PSC മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിൽ നിന്നുള്ള പൊതുവിജ്ഞാനത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ PSC മിറർ എന്ന ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. PSC ബുള്ളറ്റിൽ ടോപ്പിക് വൈസ് MCQസും അതുമായി ബന്ധപ്പെട്ട SCRT ഫാക്ട്സും നമ്മുടെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി വരുന്ന എക്സാമുകൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ക്ലാസ്സുകളാണ്. കാണുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കാണാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത്? മഞ്ചേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്താണ് മഞ്ചേശ്വരം. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1951 മുതൽ 1952 വരെ. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951 മുതൽ 1952 വരെ. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകൻ? വില്യം ബെന്റിക്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകനാണ് വില്യം ബെന്റിക്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിര? ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിരയാണ് ആരവല്ലി. ഇന്ത്യ ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷം? 1982. ഇന്ത്യ ആദ്യ അന്റാർട്ടിക്കൻ പര്യടനം നടത്തിയ വർഷം 1982. ഇന്ത്യയുടെ ദേശീയ മൃഗം? കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ. ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ? രാകേഷ് ശർമ്മ. ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. കേരള ഇബ്സൺ എന്നറിയപ്പെട്ടത്? കേരള ഇബ്സൺ എന്നറിയപ്പെട്ടത് N. കൃഷ്ണപിള്ള. കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൺ എന്നറിയപ്പെട്ടത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം? തൃശൂർ. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം തൃശൂരാണ്. പഞ്ചതന്ത്രം രചിച്ചത്? വിഷ്ണു ശർമ്മ. പഞ്ചതന്ത്രം രചിച്ചത് വിഷ്ണു ശർമ്മയാണ്. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചത്? കാളിദാസൻ. രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം രചിച്ചത് കാളിദാസനാണ്. രണ്ട് നഗരങ്ങളുടെ കഥ എന്ന നോവൽ രചിച്ചത്? ചാൾസ് ഡിക്കൻസ്. രണ്ട് നഗരങ്ങളുടെ കഥ എന്ന നോവൽ രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ്. രണ്ടിലകളും ഒരു മൊട്ടും എന്ന കൃതി രചിച്ചത് മുൽക്കുരാജ് ആനന്ദ്. രണ്ടിലകളും ഒരു മൊട്ടും എന്ന കൃതി രചിച്ചത് മുൽക്കുരാജ് ആനന്ദാണ്. ഇൻസുലിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമേത്? ഡയബറ്റിസ് മെലിറ്റസ്. ഇൻസുലിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി എവിടെയാണ്? പെരമ്പൂർ, ചെന്നൈ. ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി പെരമ്പൂർ, ചെന്നൈയിലാണ്. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം? ചെമ്മീൻ. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം ചെമ്മീനാണ്. രാജാ റാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. രാജാ റാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഒഡീഷയിലാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ? ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. മകരക്കൊയ്ത്ത് രചിച്ചത്? വൈലോപ്പിള്ളി. മകരക്കൊയ്ത്ത് രചിച്ചത് വൈലോപ്പിള്ളിയാണ്. നളിനി രചിച്ചത് കുമാരനാശാൻ. നളിനി കുമാരനാശാന്റേതാണ്. അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യനാണ്. അർത്ഥശാസ്ത്രം ചാണക്യൻ്റെതാണ്. അമ്പലമണി രചിച്ചത് സുഗതകുമാരി. അമ്പലമണി സുഗതകുമാരി. അമ്മ രചിച്ചത് മാക്സിം ഗോർക്കി. അമ്മ രചിച്ചത് മാക്സിം ഗോർക്കിയാണ്. അയൽക്കാർ എന്ന നോവൽ രചിച്ചത് കേശവദേവാണ്. അയൽക്കാർ എന്ന നോവൽ രചിച്ചത് കേശവദേവ്. പാണ്ഡവോദയം എന്ന മഹാകാവ്യം രചിച്ചത് കൊച്ചുണ്ണി തമ്പുരാൻ. പാണ്ഡവോദയം എന്ന മഹാകാവ്യം രചിച്ചത് കൊച്ചുണ്ണി തമ്പുരാൻ. ആരാച്ചാർ എന്ന പുസ്തകം രചിച്ചത് KR മീര. ആരാച്ചാർ എന്ന പുസ്തകം രചിച്ചത് KR മീര. പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ആര്? ജോൺ ഗുട്ടൻബർഗ് ആണ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത്.
ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. കൈരളിയുടെ കഥ രചിച്ചത് N കൃഷ്ണപിള്ള. കൈരളിയുടെ കഥ രചിച്ചത് N കൃഷ്ണപിള്ളയാണ്. ചൈനയുടെ നാണയം യുവാൻ. ചൈനയുടെ നാണയമാണ് യുവാൻ. തെക്കൻ കൊറിയയുടെ തലസ്ഥാനം സോൾ. തെക്കൻ കൊറിയയുടെ തലസ്ഥാനമാണ് സോൾ. ബോർലോഗ് അവാർഡ് ഏതു മേഖലയിൽ നൽകുന്നു? കൃഷി. ബോർലോഗ് അവാർഡ് നൽകുന്നത് കൃഷി മേഖലയിലാണ്. ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ചാർലി ചാപ്ലിൻ. ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനാണ് ചാർലി ചാപ്ലിൻ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ ഒപ്പുവെച്ച രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. ലോക റേഡിയോ ദിനമാണ് ഫെബ്രുവരി 13. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ. ലോകത്തെ ഏറ്റവും ചെറിയ കരബന്ധ രാജ്യം വത്തിക്കാൻ. ലോകത്തെ ഏറ്റവും ചെറിയ കരബന്ധ രാജ്യമാണ് വത്തിക്കാൻ. ലോകമാന്യ എന്നറിയപ്പെട്ടത് ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതി കുടുംബശ്രീ. കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് കുടുംബശ്രീ. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് 1948 ജനുവരി 30. മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടത് 1948 ജനുവരി 30. നാഗാലാൻഡിന്റെ തലസ്ഥാനം കൊഹിമ. നാഗാലാൻഡിന്റെ തലസ്ഥാനമാണ് കൊഹിമ. പാതിര സൂര്യന്റെ നാട് നോർവേ. പാതിര സൂര്യന്റെ നാടാണ് നോർവേ. പിക്വിക് പേപ്പേഴ്സ് രചിച്ചത് ചാൾസ് ഡിക്കൻസ്. പിക്വിക് പേപ്പേഴ്സ് രചിച്ചത് ചാൾസ് ഡിക്കൻസ് ആണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കരൾ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് കരൾ. പുകയില വിരുദ്ധ ദിനം മെയ് 31. പുകയില വിരുദ്ധ ദിനമാണ് മെയ് 31. ഫിജിയുടെ തലസ്ഥാനം സുവ. ഫിജിയുടെ തലസ്ഥാനമാണ് സുവ. ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ചക്രവർത്തി അക്ബർ. ഫത്തേപൂർ സിക്രി നിർമ്മിച്ച മുഗൾ ചക്രവർത്തിയാണ് അക്ബർ. ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ബിഗ് ബെൻ ക്ലോക്ക് എവിടെ സ്ഥാപിച്ചിരിക്കുന്നു? ലണ്ടൻ. ബിഗ് ബെൻ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നത് ലണ്ടനിലാണ്. ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി. ബുദ്ധൻ ജനിച്ചത് ലുംബിനിയിലാണ്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്ക. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമാണ് ധാക്ക. പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് വരച്ചത് തോമസ് ജോൺസ് ബർക്കർ. പ്രസിദ്ധമായ റിലീഫ് ഓഫ് ലക്നൗ എന്ന പെയിന്റിംഗ് വരച്ചത് തോമസ് ജോൺസ് ബർക്കർ ആണ്. പ്രാദേശിക സമയത്തിൽ 2 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ രേഖാംശങ്ങൾ തമ്മിൽ എത്ര ഡിഗ്രി വ്യത്യാസമുണ്ടായിരിക്കും? 30 ഡിഗ്രി. പ്രാദേശിക സമയത്തിൽ 2 മണിക്കൂർ വ്യത്യാസമുള്ള സ്ഥലങ്ങളുടെ രേഖാംശങ്ങൾ തമ്മിൽ 30 ഡിഗ്രി വ്യത്യാസമുണ്ടായിരിക്കും. മഹാബലിപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. മഹാബലിപുരം തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം 1863. അമേരിക്കയിൽ അടിമത്തം നിരോധിച്ച വർഷം 1863. ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യ ഹരിജൻ അംഗം അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യ ഹരിജൻ അംഗമാണ് അയ്യങ്കാളി. ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം കാലടി. ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലമാണ് കാലടി. ഗ്രാൻഡ് കാന്യൻ ഏത് രാജ്യത്താണ്? USA. ഗ്രാൻഡ് കാന്യൻ USA-യിലാണ്. 1951 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഡോക്ടർ അംബേദ്കർ തീരുമാനിച്ചത്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ. 1951
തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഡോക്ടർ അംബേദ്കർ തീരുമാനിച്ചത്? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ. 1956 മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന 3 ഘടകങ്ങൾ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. 1956 മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന 3 ഘടകങ്ങളാണ് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. മനുഷ്യഹൃദയത്തിൽ ഏതറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഇടത് വെൻട്രിക്കിൾ. മനുഷ്യഹൃദയത്തിൽ ഏതറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഇടത് വെൻട്രിക്കിൾ. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം? കാബൂൾ. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമാണ് കാബൂൾ. അർജുൻ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം? 1961. അർജുൻ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1961. അഗർത്തല ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്? ത്രിപുര. അഗർത്തല ത്രിപുര സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്. അഗയാർ സമ്പ്രദായം ഏത് രാജവംശത്തിന്റെ പ്രത്യേകതയായിരുന്നു? വിജയനഗരം. അഗയാർ സമ്പ്രദായം ഏത് രാജവംശത്തിന്റെ പ്രത്യേകതയായിരുന്നു? വിജയനഗരം. അസ്വാൻ ഡാം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഈജിപ്ത്. അസ്വാൻ ഡാം സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലാണ്. മിസോറാമിന്റെ തലസ്ഥാനം? ഐസ്വാൾ. മിസോറാമിന്റെ തലസ്ഥാനമാണ് ഐസ്വാൾ. മുന്നോട്ടും പിന്നിലേക്കും പറക്കാൻ കഴിയുന്ന പക്ഷി? ഹമ്മിങ് പക്ഷി. മുന്നോട്ടും പിന്നിലേക്കും പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഹമ്മിങ് പക്ഷി. മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട്? 0. മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട്? 0. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം? കാബൂൾ. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമാണ് കാബൂൾ. അർജുൻ അവാർഡ് ഏർപ്പെടുത്തിയ വർഷം? 1961. അർജുൻ അവാർഡ് ഏർപ്പെടുത്തിയ വർഷമാണ് 1961. അഗർത്തല ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്? ത്രിപുര. അഗർത്തല ത്രിപുരയുടെ തലസ്ഥാനമാണ്. അഗയർ സമ്പ്രദായം ഏത് രാജവംശത്തിന്റെ പ്രത്യേകതയായിരുന്നു? വിജയനഗരം. അഗയാർ സമ്പ്രദായം വിജയനഗരം രാജവംശത്തിന്റെ പ്രത്യേകതയായിരുന്നു. അസ്വാൻ ഡാം ഏത് രാജ്യത്ത്? ഈജിപ്ത്. അസ്വാൻ ഡാം ഈജിപ്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മിസോറാമിന്റെ തലസ്ഥാനം? ഐസ്വാൾ. മിസോറാമിന്റെ തലസ്ഥാനമാണ് ഐസ്വാൾ. മുന്നോട്ടും പിന്നിലേക്കും പറക്കാൻ കഴിയുന്ന പക്ഷി? ഹമ്മിങ് പക്ഷി. മുന്നോട്ടും പിന്നിലേക്കും പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഹമ്മിങ് പക്ഷി. മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട്? 0. മൂത്രത്തിൽ എത്ര ശതമാനം ഗ്ലൂക്കോസ് ഉണ്ട്? 0. ആരോവില്ലെ എവിടെയാണ്? പുതുച്ചേരി. ആരോവില്ലെ പുതുച്ചേരിയിലാണ്. ആരുടെ കാലത്താണ് ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത്? ഹർഷൻ. ആരുടെ കാലത്താണ് ഹുയാൻസാങ് ഇന്ത്യയിൽ വന്നത്? ഹർഷൻ. ആരുടെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിന്റെ സൂര്യതേജസ്? കുറുമ്പൻ ദൈവത്താൻ. ആരുടെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിന്റെ സൂര്യതേജസ്? കുറുമ്പൻ ദൈവത്താൻ. ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചെടുത്തത്? ഹോഫ്മാൻ. ആസ്പിരിൻ ആദ്യമായി വേർതിരിച്ചെടുത്തത് ഹോഫ്മാൻ ആണ്. യുനെസ്കോയുടെ ആസ്ഥാനം? പാരീസ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യം? തുർക്കി. യൂറോപ്പിലെ രോഗി എന്നറിയപ്പെടുന്ന രാജ്യമാണ് തുർക്കി. ആദ്യത്തെ മലയാള പത്രം? രാജ്യസമാചാരം. ആദ്യത്തെ മലയാള പത്രമാണ് രാജ്യസമാചാരം. ഇന്ത്യ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി? 1975 ഏപ്രിൽ 19. ഇന്ത്യ ആദ്യ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച തീയതി 1975 ഏപ്രിൽ 19. ഇന്ത്യ ഡിവൈഡഡ് വിഭക്ത ഭാരതം ആരുടെ കൃതിയാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യ ഡിവൈഡഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ കൃതിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷം? 1929 ലാഹോർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷമാണ് 1929 ലാഹോർ.
ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ടത്? സർദാർ പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന തീയതി? 2000 ഒക്ടോബർ 17. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി നിയമം നിലവിൽ വന്ന തീയതിയാണ് 2000 ഒക്ടോബർ 17. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം? 1858. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ച വർഷം 1858. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം? ന്യൂഡൽഹി. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം? കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിച്ച സ്ഥലം കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച വർഷം? 2007. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച വർഷം 2007. ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM സ്ഥാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് ATM സ്ഥാപിച്ചത് ഗുജറാത്താണ്. റമിംഗ്ടൺ ഏതിൻ്റെ വ്യവസായ നാമമാണ്? ടൈപ്പ്റൈറ്റർ. റമിംഗ്ടൺ എന്നത് ടൈപ്പ്റൈറ്ററിൻ്റെ വ്യവസായത്തിന് പേരാണ്. ഈ ക്ലാസ് ഉപയോഗപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക്സ് കൂടി അറിയിക്കുക. താങ്ക് യു.